കുറ്റം ആരോപിച്ചു എന്ന് കരുതി അയാൾ കുറ്റവാളിയാകുന്നില്ല. ഇതാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെക്കുറിച്ച് അതൃപ്തി പ്രകടിപ്പിക്കുന്നവരോട് LDF കൺവീനർ TP രാമകൃഷ്ണന് പറയാനുള്ളത്. ആരോപണങ്ങൾ വരുമ്പോൾ സ്വന്തം പാർട്ടി സഖാക്കൾക്ക് ഒരു നീതിയും പ്രതിപക്ഷത്തുള്ളവർക്ക് മറ്റൊരു നീതിയുമാണ് CPIM വിഭാവനം ചെയ്യുന്നത്. ഗുരുതരമായ തെളിവുകൾ നിലനിൽക്കുമ്പോൾ പോലും തെളിവില്ല, റിപ്പോർട്ട് വരട്ടെ, തെളിഞ്ഞാൽ മാത്രം നടപടി എന്ന സമീപനം സ്വീകരിച്ച് സഖാക്കൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നതാണ് CPIMന്റെ നിലപാട്. പത്മകുമാർ വിഷയത്തിൽ SIT കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുമ്പോൾ പോലും ദേവസ്വം രേഖകളിൽ തിരിമറി നടന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ ഏജൻസി കോടതിയിൽ വാദിക്കുമ്പോൾ പോലും LDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നു. ഒരു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശ്വാസപരമായ വിഷയത്തിൽ അറസ്റ്റിലായിട്ടും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. സഖ്യകക്ഷിയായ CPI പോലും ആശങ്ക രേഖപ്പെടുത്തിയിട്ടും പത്മകുമാർ ഇപ്പോഴും പാർട്ടിയുടെ തണലിലാണ്. മുൻ MLAയും CPIM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന PK ശശിയുടെ വിഷയം അതീവ ഗൗരവകരമായിരുന്നു. DYFI വനിതാ നേതാവ് അദ്ദേഹത്തിനെതിരെ ലൈംഗികാതിക്രമ ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി തലത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. എന്നാൽ ഈ നടപടി കേവലം 6 മാസത്തെ സസ്പെൻഷൻ മാത്രമായി ഒതുങ്ങി. മാത്രമല്ല, ആരോപണത്തിന്റെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ പാർട്ടി തലത്തിൽ വരെ ഉണ്ടായിരുന്നു. ലൈംഗികാതിക്രമത്തെ പോലും തീവ്രതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന പാർട്ടിയുടെ ഈ സമീപനം അന്ന് വലിയ നാണക്കേടുണ്ടാക്കി. സസ്പെൻഷൻ കഴിഞ്ഞ് ശശിയെ തിരികെ എടുക്കുകയും ഉയർന്ന പദവികളിൽ എത്തിക്കുകയും ചെയ്തതിലൂടെ ഇരകൾക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് പാർട്ടിയെന്ന് CPIM വീണ്ടും തെളിയിച്ചു. ഇതേ സമീപനം തന്നെയാണ് CPIM MLA ആയിരുന്ന നടൻ മുകേഷിനെതിരെ മീറ്റു ആരോപണം ഉയർന്നപ്പോഴും പാർട്ടി സ്വീകരിച്ചത്. ലൈംഗികാരോപണങ്ങൾ ഗുരുതരമായി ഉയർന്നിട്ടും അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാട് സ്വീകരിച്ച് മുകേഷിനെതിരെ ഒരു നടപടിയും എടുക്കാൻ പാർട്ടി തയ്യാറായില്ല. നിയമപരമായ തെളിവുകൾക്കായി കാത്തിരിക്കുന്നു എന്ന ന്യായീകരണമാണ് അന്ന് പാർട്ടി നേതൃത്വം ഉയർത്തിയത്. ഈ 2 കേസുകളിലും വ്യക്തമായ ആരോപണങ്ങളും ചില സന്ദർഭങ്ങളിൽ പ്രാഥമിക തെളിവുകളും ഉണ്ടായിട്ടും സ്വന്തം നേതാക്കളെ സംരക്ഷിക്കാൻ CPIM സ്വീകരിച്ച നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിലെത്തിയപ്പോൾ പൂർണ്ണമായും മാറുന്നത് നാം കണ്ടു. രാഹുലിനെതിരെ ലൈംഗികാതിക്രമം, ഭീഷണിപ്പെടുത്തൽ, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ CPIM ഈ മാനുഷികപരമായ നിലപാടോ നിയമപരമായ ക്ഷമയോ പ്രകടിപ്പിച്ചില്ല. ഒരു യുവതിയുമായി നടത്തിയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളുടെ ഓഡിയോ റെക്കോർഡിങ്ങുകളും പുറത്തു വന്നപ്പോൾ തെളിവുകളോ നിയമപരമായ സ്ഥിരീകരണമോ പൂർണ്ണമാകുന്നതിന് മുൻപ് തന്നെ CPIM അദ്ദേഹത്തെ രാഷ്ട്രീയമായി വിചാരണ ചെയ്തു. ഒരു തെളിവിനും കാത്തു നിൽക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് ഉടൻ നടപടി എടുക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തു. M പത്മകുമാർ വിഷയത്തിൽ ദേവസ്വം രേഖകളിലെ തിരിമറിയുടെയും സ്വർണ്ണക്കൊള്ളയുടെയും തെളിവുകൾ നിലനിൽക്കുമ്പോഴും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പോലുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോഴും മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ബിനീഷ് കോടിയേരി കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം നേരിട്ടപ്പോഴും തെളിവില്ല, വ്യക്തിപരമായ കാര്യം എന്നീ അടിസ്ഥാനരഹിതമായ ന്യായീകരണങ്ങളാണ് പാർട്ടിയും സഖാക്കളും നൽകിയത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഈ ന്യായീകരണങ്ങളൊന്നും CPIM കണ്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് പാർട്ടിയുടെ സൈബർ ഇടങ്ങളും നേതാക്കളും പ്രഖ്യാപിക്കുകയും കോൺഗ്രസ് ഉടൻ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടെ CPIM ഒരു നിമിഷം പോലും തെളിവുകൾക്കായി കാത്തുനിന്നില്ല. പ്രതിപക്ഷത്തെ ഒരു നേതാവിനെതിരെ കേവലം ആരോപണം ഉയരുമ്പോൾ ഉടനടി നടപടി ആവശ്യപ്പെടുന്നവരാണ് സ്വന്തം നേതാക്കൾക്കെതിരെ തെളിവുകൾ നിലനിൽക്കുമ്പോൾ പോലും സംരക്ഷണ കവചം തീർക്കുന്നത്. ആരോപണ വിധേയനായ രാഹുലിനെതിരെ കൃത്യമായ നടപടി കോൺഗ്രസ് സ്വീകരിച്ചപ്പോൾ കൂടി CPIMൽ സഖാക്കൾക്ക് നേതാക്കന്മാർ രക്ഷാകവചം തീർക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം നേതാക്കൾക്ക് ലൈംഗികാരോപണ വിഷയങ്ങളിൽ പോലും തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകുകയും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്ന CPIM രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ ആരോപണങ്ങളെ പോലും ആയുധമാക്കുന്ന ഈ ഇരട്ട നീതി രാഷ്ട്രീയ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്. പാർട്ടിയുടെ നിലപാടുകൾക്ക് മുന്നിൽ നിയമവും നീതിയും പക്ഷം ചേരുന്നു എന്ന ശക്തമായ വിമർശനമാണ് ഈ സംഭവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്.